അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31 വ്യാഴാഴ്ച. സംസ്ഥാനത്തെ സ്കൂൾ അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റണോ? സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് തുടക്കമിടുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുള്ളതാണ് ഇത്തരമൊരു ആലോചനയ്ക്ക് പ്രേരണയായതെന്നും മന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ നാളെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദില്ലിയിൽ നിന്നുള്ള അഭിഭാഷകനും സഭയ്ക്ക് വേണ്ടി ഹാജരാകും എന്നാണ് വിവരം. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നത് സമയനഷ്ടം ഉണ്ടാക്കും എന്ന നിയമോപദേശത്തെ തുടർന്ന് NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകില്ല. നിലവിൽ കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്നാണ് സെഷൻസ് കോടതി ഇന്നലെ വ്യക്തമാക്കിയത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കായി ആത്മാർത്ഥമായി ഇടപെടുന്നത് BJP ആണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ BJP ശ്രമം തുടരുകയാണെന്നും ജാമ്യാപേക്ഷ നൽകിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണെന്നും അതുകൊണ്ടാണ് തള്ളിയതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്നത് വെറും നാടകവും അവസരവാദ രാഷ്ട്രീയവും മാത്രമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അതൊരിക്കലും ജനങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിനും കോടതിക്കും പുറത്തു വെച്ച് നടത്തിയ അനാവശ്യമായ നാടകങ്ങളും പ്രതിഷേധങ്ങളും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിടുന്ന സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാനും സങ്കീർണമാക്കാനും മാത്രമാണ് ഉപകരിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. കേന്ദ്രം കരിഞ്ഞാൽ മാത്രമേ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡ് സർക്കാർ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നും സഭയുടെ ആശങ്ക പരിഹരിക്കപ്പെടുന്നില്ലെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് അങ്കമാലിയിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിലും ബഹുജന പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തും. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്നലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാത്തതിന്റെ വിശദാംശം തേടിയതായാണ് വിവരം. MP മാർ നൽകിയ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അമിത്ഷായ്ക്ക് കൈമാറി. അമിത്ഷാ പ്രധാനമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തെന്നും സൂചനയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് സത്യസന്ധമല്ലെന്നും സർക്കാരിന് ഇഷ്ടപ്പെട്ട റിപ്പോർട്ട് എഴുതി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കുറുക്കുവഴിയാണ് നടക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിലവിലെ അന്വേഷണ റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. സർക്കാർ ഈ വിഷയത്തിൽ ഒരു നടപടിയും എടുക്കില്ലെന്നും അപകടത്തെ തേച്ചുമാച്ച് കളയാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ദാരുണമായ സംഭവങ്ങളുണ്ടാകുമ്പോൾ സർക്കാർ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്ന പ്രാകൃത രീതിയാണ് അവലംബിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച പാലോട് രവിയെ വീട്ടിലെത്തി കണ്ട് വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി A. ജലീലുമായുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് വിവാദമായിരുന്നത്. പറ്റിയ തെറ്റിന് മാപ്പ് പറഞ്ഞെന്നും ഇരുവർക്കുമിടയിലെ പ്രശ്നം പരിഹരിച്ചെന്നും പാലോട് രവി തന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചുവെന്നും ജലീൽ പറഞ്ഞു. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ലെന്നും ഇടതും വലതും ജയിപ്പിക്കുന്നവരിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രമെന്ന സുരേന്ദ്രന്റെ പരാമർശം അപലപനീയമാണെന്ന് മന്ത്രി ശിവൻകുട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സംവരണം അത്യന്താപേക്ഷിതമാണെന്നും അതിനെ നാമധാരി എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നത് അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു.
UDFിലേക്ക് പോകുമെന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമെന്ന് സുരേഷ് കുറുപ്പ്. 1972 മുതൽ ഇന്ന് വരെയും CPM അനുഭാവിയാണെന്നും CPMനോട് ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും പാർട്ടി രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രതിരൂപവും പതാകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം മറന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ പുറകെ പായുന്ന ആളല്ലെന്നും തെരഞ്ഞെടുപ്പുകളോ സ്ഥാനലബ്ധികളോ പ്രധാനമല്ലെന്നും സ്വന്തം രാഷ്ട്രീയമാണ് മുഖ്യമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. പത്തനംതിട്ട CPMലെ സൈബർ പോര് രൂക്ഷമാകുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സനൽകുമാറിനെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ്. കപ്പൽ മുങ്ങിയാലും കപ്പിത്താൻ ചത്താൽ മതി എന്നാണ് സനലിന്റെ നിലപാട് എന്നാണ് വിമർശനം. ആറന്മുളയുടെ ചെമ്പട എന്ന അക്കൗണ്ടിലൂടെയാണ് വീണ ജോർജിനെ അനുകൂലിച്ചും സനൽകുമാറിനെ വിമർശിച്ചും തുടർച്ചയായി പോസ്റ്റുകൾ വരുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ നടപടിയെടുത്ത് KSEB. തേവലക്കര സെക്ഷനിലെ ഓവർസിയറായ ബിജു S.നെ സസ്പെൻഡ് ചെയ്തു. മരണത്തിന് പിന്നാലെ പ്രധാന അധ്യാപകയെ സസ്പെൻഡ് ചെയ്യുകയും കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 3 മണിയോടെ അവസാനിക്കും. 4 മണിക്ക് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലുള്ള മത്സരത്തിനാണ് സാധ്യത. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിന്റെ മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറി. മോഹൻലാലുമായും മമ്മൂട്ടിയുമായും ജഗദീഷ് സംസാരിച്ചിരുന്നു. വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാടിലാണ് ജഗദീഷ്. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ജഗദീഷ് പിന്മാറിയത്. മോഹൻലാലും മമ്മൂട്ടിയും സമ്മതിച്ചാൽ ജഗദീഷ് പത്രിക പിൻവലിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തകൾക്ക് പിന്നാലെ വിശദീകരണവുമായി നടൻ ബാബുരാജ്. അമ്മയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് എന്നേക്കുമായി താൻ പിന്മാറുകയാണെന്ന് ബാബുരാജ് പ്രഖ്യാപിച്ചു. തീരുമാനം ആരെയും ഭയന്നിട്ടല്ലെന്നും ബാബുരാജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച തുറന്ന കത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 8 വർഷക്കാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച തനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചതെന്നും നടൻ കൂട്ടിച്ചേർത്തു. റാപ്പർ വേടനെതിരെ ബലാത്സംഗ പരാതിയുമായി യുവ വനിത ഡോക്ടർ. 5 തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി. 2021 പരിചയപ്പെട്ട തന്നെ 2023 ജൂലൈ മുതൽ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തുന്നു. ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നും ടോക്സിക്കും പൊസസീവുമാണെന്ന് പറഞ്ഞ് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പലപ്പോഴായി 31,000 രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി. ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വ്യവസായിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകാനൊരുങ്ങി ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ യുവതി. തൃശൂർ സ്വദേശിനിയെയും ഭർത്താവിനെയും IT വ്യവസായിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കൊച്ചി സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഹണി ട്രാപ്പ് ആരോപണം വ്യാജമാണെന്നും വ്യവസായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ആദ്യഘട്ടത്തിൽ കൈമാറിയ 50,000 രൂപ തനിക്ക് ബാക്കി കിട്ടാനുള്ള ശമ്പള കുടിശ്ശികയാണെന്നും യുവതി പോലീസിന് മൊഴി നൽകി. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. നിർണായക CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലുൾപ്പെടെ പോലീസിന് വീഴ്ചയുണ്ടായതായാണ് റിപ്പോർട്ട്. കേസിലെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചില്ലെന്നും CCTV മനഃപൂർവ്വം ശേഖരിക്കാതിരുന്നതാണെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വിലയിരുത്തൽ. യാത്രക്കാരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഗണിച്ച് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിലെ 12-ൽ നിന്ന് 14 കോച്ചുകളായാണ് വർദ്ധിപ്പിച്ചത്. 2025 മെയ് 21 മുതൽ ട്രെയിനിൽ ഒരു ജനറൽ ക്ലാസ് കോച്ചും ഒരു ചെയർ കാർ കോച്ചും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്തെ 3-ാം ദിവസത്തിലെ പരിശോധനയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെന്ന് വിവരം. സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയത്. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത്.
മനുഷ്യന്റെ അസ്ഥിയാണോ എന്ന് അറിയാൻ വിശദമായ പരിശോധന വേണമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. മലേഗാവ് സ്ഫോടന കേസിൽ BJP നേതാവ് പ്രഗ്യാ സിംഗ് താക്കൂർ ഉൾപ്പെടെയുള്ള 7 പ്രതികളെയും വെറുതെ വിട്ടു. അന്വേഷണ ഏജൻസി പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് കോടതി നിരീക്ഷിച്ചു. മുംബൈയിലെ പ്രത്യേക NIA കോടതിയാണ് വിധി പറഞ്ഞത്. 2008 സെപ്റ്റംബർ 29 നടന്ന സ്ഫോടന കേസിലാണ് വിധി. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മലേഗാവിലെ ഒരു മുസ്ലിം പള്ളിക്ക് അടുത്ത് മോട്ടോർ സൈക്കിളിൽ കെട്ടിയിട്ടിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% അധിക തീരുവ ചുമത്തിയ നടപടി പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകി. മോദിയുടെ വിദേശനയം രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ അമേരിക്കയുടെ നീക്കം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് മുതിർന്ന നേതാവ് മനീഷ് തിവാരി പ്രതികരിച്ചു. തനിക്ക് നേരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിൽ പ്രതികരിച്ച് നടൻ വിജയ് സേതുപതി ആരോപണത്തെ നിയമപരമായി നേരിടാനാണ് തന്റെ തീരുമാനമെന്നും സൈബർ ക്രൈം എന്ന രീതിയിലാണ് തന്റെ അഭിഭാഷകൻ കേസ് നീക്കുന്നതെന്നും വിജയ് സേതുപതി പറഞ്ഞു. തന്റെ പുതിയ ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടുന്ന സമയത്ത് തന്നെ ഈ ആരോപണം വന്നതിൽ സംശയമുണ്ടെന്നും വിജയ് സേതുപതി കൂട്ടിച്ചേർത്തു. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 5000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. 30,000-ലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 170 സംസ്ഥാനത്ത് 4 ജില്ലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈത്തിൽ വാടക വീടുകളിൽ മദ്യനിർമ്മാണം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കെട്ടിട ഉടമകളുടെ പേരും വിവരങ്ങളും അറസ്റ്റിലായ പ്രതികളുടെ ചിത്രങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടിയെന്ന് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം ഡയറക്ടറും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവുമായ ബ്രിഗേഡിയർ ജനറൽ നാസർ ബൗസ്ലെ വ്യക്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.